ലോക പരിസ്ഥിതി ദിന ക്വിസിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എന്ന്? ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നു. ലോക പരിസ്ഥിതി ദിന ഗാനം എഴുതിയത് ആരാണ്? അഭയ് കുമാറാണ് ലോക പരിസ്ഥിതി ദിന ഗാനം എഴുതിയത്. ലോക പരിസ്ഥിതി ദിന ഗാനത്തിൻ്റെ പേരെന്ത്? ഭൂമിയുടെ ഗാനം എന്നാണ് ലോക പരിസ്ഥിതി ദിന ഗാനത്തിൻ്റെ പേര്. ആരാണ് പരിസ്ഥിതി ദിനം ആരംഭിച്ചത്? ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ കാരണമായ സമ്മേളനം ഏത്? 1972 മനുഷ്യ പരിസ്ഥിതിയെക്കുറിച്ചുള്ള UN സമ്മേളനം. 1972 മനുഷ്യ പരിസ്ഥിതി സംബന്ധിച്ച UN കോൺഫറൻസിൻ്റെ മറ്റൊരു പേരെന്ത്? സ്റ്റോക്ക്ഹോം സമ്മേളനം. ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത് എപ്പോഴാണ്? 1974 ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത്. 1974 ആദ്യ പരിസ്ഥിതി ദിനത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഒരു ഭൂമി മാത്രം എന്നായിരുന്നു ആദ്യ പരിസ്ഥിതി ദിനത്തിൻ്റെ ലക്ഷ്യം. പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആയി കണക്കാക്കപ്പെടുകയും ലോക പരിസ്ഥിതി ദിനം സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്ത വ്യക്തി ആര്? മൗറീസ് സ്ട്രോങ്. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയാണ് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സംരക്ഷണ പ്രവർത്തനങ്ങളുമായി പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നത്? ബംഗാൾ കടുവ. 1974 ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത് ഏത് നഗരത്തിലാണ്? അമേരിക്കയിലെ വാഷിംഗ്ടണിലെ സ്പോക്കനിൽ. ലോക പരിസ്ഥിതി ദിനത്തിനായുള്ള ആഗോള ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഏത് ഐക്യരാഷ്ട്ര ഏജൻസിയാണ്? ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പരിപാടി. ഐക്യരാഷ്ട്രസഭ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് എന്ന്? 1972 ജൂൺ 5. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? റേച്ചൽ കഴ്സൺ. റേച്ചൽ കഴ്സൺ രചിച്ച വിഖ്യാതമായ പരിസ്ഥിതി ഗ്രന്ഥം ഏത്? നിശബ്ദ വസന്തം. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ജൂലൈ 28. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം വന്നത് ഏതു വർഷമാണ്? ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 നിലവിൽ വന്നത്. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്ത്? ഹരിത ഭാവിയിലേക്കുള്ള യാത്ര. പ്ലാനറ്റ് എർത്ത് അവാർഡ് 2024 അർഹനായ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകൻ ആര്? S. ഫൈസി. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? സൗദി അറേബ്യ. ഏതു വർഷമാണ് ദേശീയ വനനയം പ്രഖ്യാപിച്ചത്? 1952 ദേശീയ വനനയം പ്രഖ്യാപിച്ചു.
നാഷണൽ എൻവയോൺമെൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? നാഗ്പൂർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനഭൂമി വേണം? 33%. ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം ഏത്? ബ്ലൂ പ്ലാനറ്റ് പ്രൈസ്.